നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാജ്, ഇബ്ലീസ് എന്ന് പറയുന്നത്. ആ പിശാജ് ബാധ ഏറ്റുകഴിഞ്ഞാൽ അതിൽ നിന്ന് സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ, കണ്ണേറ് പോലോത്ത ഇബ്ലീസിന്റെ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാമ ശുറജി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു ചെറിയ അമല് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മളെ ശത്രുവായ ഇബ്ലീസിനെ ദേഷ്യം പിടിപ്പിക്കുന്ന 5 കാര്യങ്ങളും പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു നമ്മളുടെ മജ്ലിസ്, നമ്മളുടെ ക്ലാസ് കബൂൽ ചെയ്യട്ടെ. നമ്മളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും നീ അകറ്റി തരണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ സങ്കടങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രാജാതിരാജനായ അല്ലാഹ് എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ. എല്ലാവരുടെ ജീവിതത്തിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവരുടെ ടെൻഷനുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ബറക്കത്ത് കസ്തമാക്കണം. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ മാറുന്നു, ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറുന്നു. നിങ്ങളും ആ മജ്ലിസിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണ്? പല ആളുകളും മനസ്സിലാക്കിയത് എന്റെ ഏറ്റവും വലിയ ശത്രു അമ്മായിമ്മയാണ്, അതല്ലെങ്കിൽ മരുമക്കളാണ്, അയൽവാസികളാണ്, കുടുംബക്കാരാണ് എന്നാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ അയൽവാസികളോ കുടുംബക്കാരൊന്നും അല്ല നമ്മളെ ശത്രു. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അത് ഇബ്ലീസാണ്, അത് പിശാചാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അടിവരയിട്ടുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഈ കാണുന്ന തോന്നിവാസങ്ങൾ മുഴുവനും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇബ്ലീസാണ്. നമ്മളെ ഖൽബ് മോശമാകാനുള്ള കാരണം ഇബ്ലീസാണ്. നാം തെറ്റിലേക്ക് പോകാനുള്ള കാരണം ഇബ്ലീസാണ്. നിസ്കാരം ഖളാ ആക്കാനുള്ള കാരണം ഇബ്ലീസാണ്. അല്ലാഹുവിലേക്ക് അടുക്കാതിരിക്കാനുള്ള കാരണം ഇബ്ലീസാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ഈ കാണുന്ന തെറ്റുകൾ മുഴുവനും ചെയ്യിപ്പിക്കുന്നത് ഇബ്ലീസാണ്. ആ ഇബ്ലീസാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രു. ആ പിശാചിന്റെ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ, അതല്ലെങ്കിൽ ഒരാൾക്ക് പിശാച് ബാധ ഏറ്റുകഴിഞ്ഞാൽ ആ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ പിശാചിന്റെ ശത്രുവിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ സിഹിർ പോലോത്ത ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, കണ്ണേറ് പോലോത്ത ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാമ ശുറജി റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ അമല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെറിയ അമലാണെങ്കിലും അതിന്റെ ഉപകാരം വലുതാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ അമല്? എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. നല്ല നിലക്കൊന്ന് ഉളു എടുക്കുക. ഉളു വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രിയമുള്ളവരെ ഉളു എടുക്കണം. ഉളു സുന്നത്താണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉളു സുന്നത്താണ്. അപ്പൊ നല്ല നിലക്ക് ഉളു എടുക്കുക. ഉളു എടുത്തതിന് ശേഷം ഒരു വെള്ള പാത്രം എടുക്കുക, വെള്ള കളറുള്ള ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ, അള്ളാഹുവിന്റെ പേരുകളിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു പേരാണ് അല്ലാഹ്. അള്ളാന്റെ ഇസ്മുകളിൽ അത്ഭുതകരമായ ഒരു ഇസ്മാണ് അല്ലാഹ് എന്ന് പറയുന്ന ആ ഇസ്മ. ആ ഇസ്മ ആ പാത്രത്തിൽ, ആ പിഞ്ഞാണത്തിൽ ധാരാളം എഴുതുക. ഒരു പ്രാവശ്യമല്ല, ആ പാത്രം നിറയുന്നത് വരെ അല്ലാഹു 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 എന്നിങ്ങനെ എഴുതുക. എഴുതിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് വെള്ളം പാർന്ന് എഴുതിയത് മായ്ച്ചു കളയുക. ആ മായ്ച്ചതിന് ശേഷം ആ വെള്ളമുണ്ടല്ലോ, അത് പിശാച് ബാധ
ബാധ ഏറ്റവന്റെ ശരീരത്തിലേക്ക് തെളിക്കുക. ആ പിശാച് നശിച്ചു പോകുന്ന പറയുന്നത്. ആ പിശാച് അവന്റെ ശരീരത്തിൽ നിന്ന് ഓടിപ്പോകുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ അമല് കഴിയുന്ന ആളുകളൊക്കെ ചെയ്യുക. ഇനി എഴുതാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ പള്ളിയിൽ ഉസ്താദുമാരുണ്ടാവുമല്ലോ, മദ്രസയിൽ ഉസ്താദുമാരുണ്ടല്ലോ, അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അങ്ങനെ ഒരു 3 ദിവസമോ 1 ദിവസമോ 3 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിശാച് ബാധ ഏറ്റ ആളുകൾക്ക് അള്ളാഹു രക്ഷ നൽകുകയാണ് അല്ലാഹ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട്. അപ്പൊ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ് എഴുതും വേണം. അതുപോലെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ അല്ലാഹ് അല്ലാഹു അല്ലാഹു എന്ന ഇസ്മ് ധാരാളം ചൊല്ലുക. അതിലൊരുപാട് ബർക്കത്തുകളുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ണേറ് ബാധ ഏറ്റ ആളുകൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എഴുതിക്കൊണ്ട് അത് മായ്ച്ചുകൊണ്ട് ആ വെള്ളം അവന്റെ ശരീരത്തിലേക്ക് കുടയുക. സിഹിർ ബാധ ഏറ്റ ആളുകൾ ഉണ്ടെങ്കിൽ അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ സിഹിർ ബാധ, ജിന്ന് ബാധ, പിശാച് ബാധ കേറ്റു കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുക. അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന ഈ 3 സൂറത്തുകളും 3 പ്രാവശ്യം ഓതിയിട്ട് മന്ത്രിച്ചാലൊക്കെ പിശാച് ബാധയിൽ നിന്ന്, ജിന്ന് ബാധയിൽ നിന്ന്, സിഹിറിൽ നിന്ന്, കണ്ണയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹത്തുക്കള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ ഏറ്റവും വലിയ ശത്രു പിശാചാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ പിശാചിനെ നമ്മൾ ദേഷ്യം പിടിപ്പിക്കണം. ആ പിശാചിനെ ദേഷ്യം പിടിപ്പിക്കണം. പിശാച് നമ്മളിൽ നിന്ന് ഓടിപ്പോകണം. പിശാചിനെ ദേഷ്യം പിടിപ്പിക്കാൻ 5 കാര്യങ്ങള് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പിശാചിനെ ദേഷ്യം പിടിപ്പിക്കാൻ നാം ചെയ്യേണ്ട 1ാമത്തെ കാര്യം നന്ദിയുള്ള അടിമയായി മാറുക. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരോട് പിശാചിന് വലിയ ദേഷ്യമായിരിക്കും. ല്ലേ? ഈ കാണുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും പടച്ച റബ്ബ് നമ്മൾക്ക് ചെയ്തു തന്നു. ഈ കാണുന്ന കണ്ണ് അള്ളാഹു തന്നതാണ്. നമ്മളെ നാക്ക് അള്ളാഹു തന്നതാണ്. നമ്മളെ കയ്യ് അള്ളാഹു തന്നതാണ്. നമ്മളെ കാല് അള്ളാഹു തന്നതാണ്. ഇന്ന് നാം കഴിച്ച ഭക്ഷണം അള്ളാഹു തന്നതാണ്. ഇങ്ങനെ അള്ളാഹു നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കണ്ണില്ലെങ്കിലാണ് കണ്ണിന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാവുക. കൈയില്ലെങ്കിൽ കയ്യിന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാകും. എത്ര ആളുകളാണ് കാഴ്ചയില്ലാതെ സങ്കടപ്പെടുന്നത്? എത്ര ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്നത്? അല്ലാഹു ഇന്ന് നമുക്ക് ഭക്ഷണം തന്നു, ഈ മജ്‌ലിസ് കേൾക്കാനുള്ള ഭാഗ്യം തന്നു, നമ്മൾക്ക് നല്ല വീട് തന്നു, മക്കളെ തന്നു, എല്ലാം അല്ലാഹു തന്നില്ലേ? ആ അല്ലാഹുവിന് നന്ദിയുള്ള അടിമകളായി ഞാനും നിങ്ങളും മാറണം. അങ്ങനെ അല്ലാഹുക്ക് നന്ദിയുള്ള അടിമകളായി ഞാനും നിങ്ങളും മാറിയാൽ പിശാചിന് വലിയ ദേഷ്യമാണ്. നമ്മളെ ദേഷ്യം പിടിപ്പിക്കേണ്ടത് നമ്മളെ ഉമ്മാനിയും ഉപ്പാനിയും അമ്മായിമാനിയും മരുമക്കളൊന്നുമല്ല. നമ്മൾ ദേഷ്യം പിടിപ്പിക്കേണ്ടത് പ്രിയമുള്ളവരെ പിശാചിനെയാണ്. പിശാചിനോട് യുദ്ധം ചെയ്യണം. പിശാച് നമ്മളെ വലിയ ശത്രുവാണ്. പിശാചിന് എന്താണോ ഇഷ്ടമുള്ളത് അതിനെതിരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പിശാചിന് നന്ദിയുള്ള അടിമകളെ ഇഷ്ടമില്ല, അവരോട് ദേഷ്യമാണ്. അപ്പൊ നമ്മൾ നന്ദിയുള്ള അടിമകളാകണം. ഇതാണ് 1ാമത്തെ കാര്യം. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക. ഇതാണ് നന്ദി ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ എന്ന് ധാരാളം പറയുക. എന്ത് അല്ലാഹു തന്നാലും അൽഹംദുലില്ലാ. പരീക്ഷയിൽ ജയിച്ചു അൽഹംദുലില്ലാ. നല്ല ജോലി ലഭിച്ചു അൽഹംദുലില്ലാ. നല്ല കുട്ടികളെ തന്നു അൽഹംദുലില്ലാ. നല്ല വീട് തന്നു അൽഹംദുലില്ലാ. രാവിലെ എണീക്കുമ്പോൾ അൽഹംദുലില്ലാ. ഇതാണ് ഒരു നന്ദിയുള്ള അടിമയുടെ നാവിൽ നിന്ന് പോരേണ്ട മന്ത്രം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ധാരാളം പറയുക. പിശാചിനെ ദേഷ്യം പിടിപ്പിക്കേണ്ട 2ാമത്തെ കാര്യം എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ധാരാളം സ്വതക്ക ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുക, യതീം മക്കളെ സഹായിക്കുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ സഹായിക്കുക. ഇത് പിശാചിന് വലിയ ദേഷ്യമാണ്. ഇത് പിശാചിന് വലിയ ദേഷ്യമാണ്. അപ്പൊ പിശാചിന് ദേഷ്യമുള്ള കാര്യം നമ്മൾ ചെയ്യണം. സ്വതക്ക കൊടുക്കുക. കാരണം എന്താ? സ്വതക്ക കൊടുത്താൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തിന്മയെയും തടയാൻ സ്വതക്കക്ക് കഴിയും. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടയാൻ സ്വതക്ക കഴിയും. അപ്പൊ ധാരാളം സ്വതക്ക കൊടുക്കുക. അപ്പൊ ഉസ്താദേ, ഞങ്ങളെ കയ്യിൽ സ്വതക്ക കൊടുക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ള, 1 രൂപ സ്വതക്ക കൊടുക്കാല്ലേ? 1 രൂപ കൊടുത്താൽ മതി. 1 രൂപയാണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ 1 രൂപ കൊടുത്താൽ മതി. 10,000
ലക്ഷം കൊടുക്കണമെന്നൊന്നുമില്ല സദഖക്ക് പ്രതിഫലം ലഭിക്കാൻ. 1 രൂപയാണോ നമ്മളെ കയ്യിലുള്ളത്, ആ 1 രൂപ കൊണ്ട് സദഖ കൊടുക്കുക. സാമ്പത്തികമായി സദഖ ചെയ്യാം. ശാരീരികമായാണോ സദഖ ചെയ്യാൻ പറ്റുക, ശാരീരികമായി സദഖ ചെയ്യുക. അയൽവാസി വീട്ടിൽ കല്യാണം ഉണ്ട്, നമ്മൾ സഹകരിക്കുക, കസാല പിടിച്ചിടുക, പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതിനും സദഖ തന്നെ പറയാ. ഒരു കണ്ണ് കാണാത്ത ആളുകൾ നടന്നു വരുന്നുണ്ട്, അവനക്ക് വഴി കാണിച്ചു കൊടുത്താൽ അതും സദഖയാണ്. വഴി തടസ്സം നീക്കി കൊടുക്കുക, അതും സദഖയാണ്. അപ്പൊ സദഖ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, മാനസികമായ സദഖയുണ്ട്, ശാരീരികമായ സദഖയുണ്ട്. അപ്പൊ സദഖ പിശാചിന് വലിയ ദേഷ്യമുള്ള കാര്യമാണ്. കഴിയുന്ന ആളുകളൊക്കെ സദഖ കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിശാചിനെ ദേഷ്യം പിടിപ്പിക്കാൻ 3ാമത്തെ കാര്യം ദീനിയായ വിജ്ഞാനം പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും കേൾക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഈ ക്ലാസ് എല്ലാ ദിവസവും 1 മണിക്കുണ്ട്, ഉച്ചക്ക് 1 മണിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മജ്ലിസിൽ, നമ്മളെ ചാനലിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ പിശാചിനെ ദേഷ്യം പിടിപ്പിക്കേണ്ട 3ാമത്തെ കാര്യം ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുക. അൽ ഇൽമു നൂറുല്ലാഹ്. ഇൽമു വിജ്ഞാനം എന്ന് പറയുന്നത്, ദീനിയായ വിജ്ഞാനം എന്ന് പറയുന്നത് അത് ദീനിന്റെ അള്ളാഹുവിന്റെ നൂറാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറിവടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദീനിയായ വിജ്ഞാനം പഠിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യും. അത് ഇബ്ലീസിന് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ദീനിയായ വിജ്ഞാനം പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിശാചിനെ ദേഷ്യം പിടിപ്പിക്കാനുള്ള 4ാമത്തെ കാര്യം എപ്പോഴും പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നല്ല മനസ്സോടെ, നല്ല സ്വഭാവത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുക. അത് പിശാചിന് വലിയ ദേഷ്യമാണ്. നല്ല സ്വഭാവത്തോടെ പുഞ്ചിരിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അപ്പൊ പിശാചിന് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യുക, എപ്പോഴും പുഞ്ചിരിക്കുക, എല്ലാവരോടും പുഞ്ചിരിച്ച് സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തബസ്സുമുക ഫീ വജി അഖീക സ്വദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വദഖയാണ്, അത് പുണ്യമുള്ള കാര്യമാണ്. പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ദവാഉൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് നല്ലതാണ്. അസൂയ ഇല്ലാതെയാവാൻ, കിബ്റില്ലാതെയാകാൻ, കുശുമ്പും കുനിറ്റും ഇല്ലാതെയാവാൻ പുഞ്ചിരി നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരോടും പുഞ്ചിരിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ റൻഷീദുൽ അമല്, എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നല്ല ഒരു ഉന്മേഷം നമ്മൾക്ക് ഉണ്ടാകും. ഇബാദത്ത് ചെയ്യാൻ, ജോലി ചെയ്യാൻ, നിസ്കരിക്കാനൊക്കെ നല്ല ഒരു ഉന്മേഷം നമ്മൾക്കുണ്ടാവും പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ടെൻഷൻ മാറാനും സങ്കടങ്ങൾ മാറാനും പുഞ്ചിരി നല്ലതാണ്. എപ്പോൾ നമ്മളിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നാല് നമുക്ക് എവിടെ ടെൻഷൻ മാറുക? എപ്പോഴും ടെൻഷൻ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാവരോടും പുഞ്ചിരിച്ച് സൽസ്വഭാവത്തോടെ പെരുമാറുക. എന്നാൽ ടെൻഷനൊക്കെ കുറയും. നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്റെ പ്രിയമുള്ളവരെ, പിശാചിനെ ദേഷ്യപ്പിടിപ്പിക്കാൻ, പിശാച് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകാൻ നമ്മൾ ചെയ്യേണ്ട 5ാമത്തെ കാര്യം ഖുർആനുമായി ബന്ധപ്പെടുക. അതാണ് ഏറ്റവും വലിയ മരുന്ന്. പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഏതാ? അത് ഖുർആൻ ഓതലാണ്. ഇന്ന് പല വീട്ടിലും ഖുർആൻ ഓതുന്നില്ല. ഖുർആൻ എല്ലാ വീട്ടിലും ഉണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോ ഖുർആൻ കൊണ്ടും, ഉംറക്ക് പോയി വരുമ്പോ ഖുർആൻ കൊണ്ടും, ഹജ്ജിന് പോയി വരുമ്പോ ഖുർആൻ കൊണ്ടും. പക്ഷെ ഇത് ഓതാനാണില്ല. പള്ളികളിൽ വരെ ഖുർആൻ ഓതാനാണില്ല. പള്ളികളിലൊക്കെ എത്ര മുസഹഫുകളാണ് പൊടി പിടിച്ച് മാറാതെ പൊടിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഖുർആൻ ഓതാൻ ഇന്ന് ആളില്ല. പത്രം വായിക്കാനും മൊബൈൽ ഫോൺ നോക്കാനും റീൽസ് കാണാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഖുർആനുമായി ബന്ധപ്പെടാനാണില്ല. അതുകൊണ്ട് തന്നെ പിശാച് കൂടുതൽ നമ്മളെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിപ്പോയി. നമ്മൾ പിശാച് പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അതിന്റെ ഖുർആൻ ഓതുന്നില്ല. ഖുർആൻ അലമേരയിൽ എടുത്തു വെക്കാനുള്ളതല്ല, അത് ഷോക്കേസിൽ എടുത്തു വെക്കാനുള്ളതല്ല, അത് പാരായണം ചെയ്യാനുള്ളതാണ്. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ ഖുർആൻ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിശാചിനെ ദേഷ്യം പിടിപ്പിക്കാനുള്ള 5ാമത്തെ വഴി ഖുർആനുമായി ബന്ധപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നോക്ക്. ഇന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവരുടെ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുകയാണ്. പിശാചിന് അവിടെ നിൽക്കാൻ കഴിയൂല. കാരണം സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസിയുണ്ട്, ആമന റസൂലുണ്ട്.
മഹാനായ നബി തങ്ങൾ പഠിപ്പിക്കാണ്, പിശാച് ആ വീട്ടിലേക്ക് തന്നെ വരൂല എന്നുള്ളതാണ്. ആ വീട്ടുകാര് തിന്മയിൽ പ്രവർത്തിക്കൂല, തിന്മയായ മോശമായ കാര്യങ്ങൾ ചെയ്യൂല. ആ വീട്ടുകാര് നിസ്കാരം ഖളാഅക്കൂല, നല്ല മക്കളായിരിക്കും, നല്ല കുട്ടികളായിരിക്കും. പിശാചിന് വലിയ ദേഷ്യാണേലും സൂറത്തുൽ ബഖറ ഓതുന്ന വീട്, സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുകയാണ്. പിശാചിന് അവിടെ കുടിയിരിക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ചതാരാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. പിശാച് ബാധയേറ്റ ആളുകള്, സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, ജിന്ന് ബാധ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, നമ്മൾ ആദ്യം പറഞ്ഞ അല്ലാഹ് എന്ന ഇസ്മി എഴുതിയിട്ട് ആ വെള്ളം മുഖത്തേക്ക് തെളിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പ്രാവശ്യമാണ് അല്ലാഹ് എന്ന ഇസ്മി എഴുതേണ്ടത് എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാവും. ഇത്ര പ്രാവശ്യം എന്നൊന്നും അല്ലാമ ശുറജി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ മുഴുവനായി എഴുതുക. ആ പാത്രത്തിൽ എത്രത്തോളം അല്ലാഹ് എഴുതാൻ പറ്റുമോ അത്രത്തോളം അല്ലാഹ് എന്ന് എഴുതിയിട്ട് പച്ചവെള്ളം പാർന്നിട്ട് എന്ത് ചെയ്യുക, അത് മായ്ക്കുക. ആ വെള്ളം കളയാതെ അത് ആർക്കാണോ പിശാച് ബാധ ഏറ്റത്, സിഹറേറ്റത്, കണ്ണേറേറ്റത് അവന്റെ ശരീരത്തിലേക്ക് തൊളിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.